പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് മിൻഹാ അർബഅത്തു ഹുറും 4 മാസം പവിത്രമുള്ള മാസമാണ്. ആ 4 മാസം എണ്ണിയ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട മാസമാണ് മുഹറം മാസം. മുഹറം മാസത്തിനെ കുറിച്ച്, മുഹറം മാസത്തിലെ നോമ്പിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അഫ്ളലു സിയാമി ബഅദ റമളാൻ. റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഷഹ്റുല്ലാഹി മുഹറം, അത് മുഹറം മാസത്തിലെ നോമ്പാണ് സ്വഹാബ. അമര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് കൽപ്പിക്കുകയാണ് ബിസൗമി ആശൂറാ, മുഹറം 10 നോമ്പ് നോൽക്കാൻ അല്ലാഹുവിന്റെ റസൂലാ നമ്മളോട് പറയുന്നത്. അത്രക്കും പവിത്രമുള്ള നോമ്പാണ്, അത്രക്കും ശ്രേഷ്ഠതയുള്ള നോമ്പാണ് സഹോദരങ്ങളെ, നഷ്ടപ്പെടുത്തരുത്. മുഹറം 9-ന്റെയും 10-ന്റെയും രാത്രിയില് ഒന്ന് എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തുന്ന പൊട്ടിക്കരയണം സഹോദര. ഒരുപാട് പ്രയാസങ്ങളുള്ളവരാ, ബുദ്ധിമുട്ടുള്ളവരാ, വിഷമങ്ങളുള്ളവരാ, അന്നത്തെ രാത്രിയിൽ ഒന്ന് എണീറ്റ് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ദുആക്ക് ഇജാബത്തുള്ള സ്വീകാര്യതയുള്ള രാത്രികളാണ്. ദുആർക്കണം സഹോദരങ്ങളെ, നഷ്ടപ്പെടുത്തി കളയരുതേ, നഷ്ടപ്പെടുത്തി കളയരുതേ. അല്ലാഹു നമ്മുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകട്ടെ, നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ, നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ട് മാപ്പ് തരട്ടെ. പുതിയ വർഷത്തിന്റെ തുടക്കമാണ്, പുതിയ മാസത്തിന്റെ തുടക്കമാണ്. അല്ലാഹുവിലേക്ക് അടുത്തിട്ട് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ദിവസമാണ് സഹോദരങ്ങളെ. ആരുതികളും അടുത്തുകൊണ്ടിരിക്കുന്നത് മരണത്തിലേക്കാണ്. അതുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് പടച്ച റബ്ബുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. സഹോദരിമാരെ, അന്നത്തെ രാത്രി ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ദിക്ർ ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, ഹദ്ദാദ് ചൊല്ലാൻ, ഒരുപാട് പ്രവർത്തനങ്ങളുമായി പങ്കിടാൻ പടച്ച റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. കഴിഞ്ഞ മുഹറം മാസത്തിൽ ഞങ്ങളോട് കൂടെ ഉണ്ടായവർ ഇന്ന് പലരും ഖബറിലാണ്, 6 അടി മണ്ണിലാണല്ലോ റബ്ബേ. അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്, മർഹമത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളും നാളെ പോയി കിടക്കേണ്ട വീടാണല്ലോ റബ്ബേ, ഞങ്ങൾക്കും നാളെ നീ രക്ഷ നൽകണേ അല്ലാഹ്.